ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ AKS ആസ്മയോ അങ്ങനെ കണ്ടല്ലേ നമ്മുടെ തിരുച്ചിയുടെ സംഘടനയുടെ പേരും. അപ്പം തിരുച്ചിയെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ AKSA ആസ്മ 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 എന്ന് പറയുന്ന ആ ഒരു സംഭവം ആ, ഭീഷണിപ്പെടുത്തും. ആക്ച്വലി ഞാൻ വെറുതെ പറയുന്നതല്ല, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, നിങ്ങളെ തൂക്കിക്കൊല്ലും സീരിയസ് ആയിട്ടും. ഇതിപ്പം നിങ്ങൾ വിചാരിക്കുക എന്നെയാണെന്ന് അല്ല. ഷീ ടോൾക്ക് എന്ന് പറയുന്നൊരു ചാനല് ഈ സ്ത്രീകളെ മാനിക്കുന്ന തിരുച്ചി നമ്മുടെ ഷീ ടോൾക്കിനെ കുറേ അസഭ്യമൊക്കെ പറഞ്ഞു. അതിനുശേഷം ഈ ജിന്നെന്ന് പറയുന്ന ഈ ഈ ആസ്മ സംഘടനയുടെ അംഗമാണ്. ആസ്മ സംഘടനയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലുള്ള ആളാണ്, അഡ്മിനാണ്. അപ്പോൾ ആസ്മ സംഘടനയിൽ ആസ്മ സംഘടന യൂട്യൂബ് ബേസിൻ്റെ സംഘടന ആണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവൻ ഏത് യൂട്യൂബ് ചാനലാവാ ജിന്നിനുള്ളത് ഇനി അറിയില്ല കേട്ടോ. നമുക്ക് ഈ പറയുമ്പോൾ ഒരു ഏപ്പടത്തിൻ്റെ റിസൾട്ടൊക്കെ പറയുന്ന ഏതെങ്കിലും കാണുമായിരിക്കും. കാര്യം ഈ ശബ്ദം അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ. നമുക്കത് ശബ്ദം ഇവിടെ കേൾക്കാം ആദ്യം. ചാനൽ നടത്തുന്നതാണത് ആണെന്ന് കരുതുന്നു. മോളെ ഷതീനാക്കെതിരെയുള്ള പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. മോളെ തടിക്കുകയാണ്. തമ്പുരാനെ പേടിച്ചു. എന്നിട്ട് ഇദ്ദേഹം ഇതിന് ശേഷം ഒരു മെസ്സേജും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഭയങ്കര രസം. അയ്യോ പേടിച്ചു പോയോ മോളെന്നൊക്കെ പറഞ്ഞ്. മോൻ പാപ്പം വരുന്നുണ്ട് കേട്ടാ. അത് വിദേശത്ത് ജോലി ചെയ്യുന്നൊരു പെൺകുട്ടിയാണ്. ഭീഷണിയാണ് കേട്ടല്ലോ, ഭീഷണിയാണ്. അപ്പം മോനൊരു പാപ്പം വരുന്നുണ്ട്. ഈ ആസ്മ സംഘടനയൊന്നും കാണില്ല വാങ്ങാൻ വേണ്ടി. പിന്നെ ഇതേ കണക്ക് തന്നെ വേറെ ഒരു VK ടാൾക്ക് എന്ന് പറയുന്നൊരു ചാനൽ, ഞാൻ അതും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം. അപ്പോൾ VK ടാൾക്ക് എന്ന് പറയുന്ന ആ ചാനലിലെ അയാളെയും കുറേ അസഫ്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഈ തിരിച്ച് വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു VK ടാൾക്കിൻ്റെ പഠിപ്പിച്ച കണക്കല്ല പഠിപ്പിച്ച്. അയാളുടെ ചാനൽ നിങ്ങൾ കണ്ടറിയാം, മാന്യമര്യാദയ്ക്ക് നടത്തുന്നതാണ്. ഒരാളെ പോലും ഒരു അസഫ്യം പറയുന്ന ഒരാളല്ല. ഇവർ ആ തള്ളക്കൊക്കെ വിളിച്ചിട്ട് ഇയാൾ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മകൻ ഏതെങ്കിലും പെണ്ണുങ്ങളെ പറയുമെങ്കിൽ എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യണം, ഉമ്മ ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ എനിക്ക് തിരിച്ചു പറയുള്ളത്, നിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തോ? എനിക്കറിയില്ല. അല്ല, നീ പറയുന്നത് വെച്ച് മറ്റ് സ്ത്രീകളെ പറയുന്നത് വെച്ച് അത് ചെയ്യണ്ടേ? സാമാന്യപരമായിട്ടും അങ്ങനെ ചെയ്യണ്ടേ? അപ്പോൾ ഇതെല്ലാം കോമഡി പീസുകളാണെന്നുള്ള കാര്യം ഇതാണ്. പിന്നെ ഒരു കണ്ണൻ എന്ന് പറയുന്ന പൊട്ടൻ നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ ഈ ഈ ആസ്മ എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് പിന്നെ മറ്റേ മൊയലാളിച്ചി, എൻ്റെ മൊയലാളിച്ചി, എനിക്ക് ഞാൻ തടവി കൊടുക്കുന്ന മൊയലാളിച്ചി വെച്ചിട്ട് എനിക്കെതിരെ CMB ഇടുന്നു. CMB ഒരു ക്രിമിനൽ പ്രൊസീജിയറാണെന്ന് പോലും അറിയാത്ത, കോമൺ സെൻസ് ഇല്ലാത്ത ഈ പൊട്ടനോട് ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ ഇട്ട ഏത് വീഡിയോയിലാണ് ക്രിമിനൽ പ്രൊസീജിയറിൽ കേസെടുക്കാൻ വകുപ്പുള്ള ഏത് സാധനമാണുള്ളത്? അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ആകെ ഡിഫമേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്, അത് അവരുടെ മുമ്പ് വെച്ച് തന്നെ പറഞ്ഞാണ്. പിന്നെ ഏത് രീതിയിലാണ് CMB വരുന്നത്? പിന്നെ CMBയുടെ തന്നെ പഴയ ഇതിനകത്ത് ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ CMB ഇടുന്നതിനകത്ത് തന്നെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ചില കേസുകൾ നമുക്ക് ക്രിമിനൽ പ്രൊസീജിയറിലേക്ക് മാറ്റാം. പക്ഷേ അതിന് ഒന്നുകിൽ അസഭ്യം പറയണം, അല്ലെങ്കിൽ ലൈംഗികച്ചുവയുള്ള എന്തെങ്കിലും ഒരു വേർഡ് പറയണം, അല്ലെങ്കിൽ തെറി പറയണം. അങ്ങനെ ആണെങ്കിലും ക്രിമിനൽ പ്രൊസീജിയറിലേക്ക് മാറ്റാം പുതിയ രീതി അനുസരിച്ച്. പക്ഷേ ഇവിടെ അതിനും സാധ്യതയില്ല. കാര്യം ഞാൻ എവിടെയും ഈ ഒരു സ്ഥാപനത്തിനെ പറ്റി അല്ലാതെ ആ വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പറ്റിയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മറ്റു കാര്യങ്ങളെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. ആ വ്യക്തിയെപ്പറ്റി അല്ല ഞാൻ സംസാരിക്കുന്നത്. ആ വ്യക്തിയുടെ അംഗവൈകല്യങ്ങളോ അങ്ങനെയൊന്നും അല്ല, ഞാൻ അതിനെപ്പറ്റിയൊന്നും അല്ല സംസാരിക്കുന്നത്. അപ്പോൾ അവളുടെ ഈ പറയുന്ന കുൽസിതങ്ങൾ അങ്ങനെയുള്ള വേടൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രിമിനൽ പ്രൊസീജിയർ വരത്തില്ല എന്നുള്ള കോമൺ സെൻസ് ചിലപ്പോൾ ഇവൻ ചിലപ്പോൾ ഈ അന്തങ്ങളോട് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ ഇവനെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് പൊട്ടത്തരം വിളിച്ചു പോകാനൊക്കെ മാത്രമേ അറിയാവൂ. അപ്പം എന്നിട്ട് ഇയാളും ഞാനുമായിട്ട് സംസാരിച്ചിരുന്നു. ഇയാളെന്നെ കുറേ തെറി അത് തള്ളൊക്കെയാണ് പറയുന്നത്, ആരാ ഈ കണ്ണൻ എന്ന് പറയുന്നവൻ. അപ്പം ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഞാൻ നല്ലത് കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ഇത് വേറെ എന്തെങ്കിലും ഇഷ്യൂവിൽ ആഡ് ചെയ്ത് ഇടുമെന്ന് വിചാരിച്ച് ഞാനതെല്ലാം ഫുള്ള് ഡിലീറ്റ് ആക്കി കളഞ്ഞു. വേറെ ഒന്നുമല്ല. അപ്പോൾ അവൻ പറയുന്നു പേടിച്ചിട്ട് ഇതായി കഴിഞ്ഞു, ഞാൻ അവനെ കൊന്നു കളഞ്ഞു. കിട്ടിയത് വാങ്ങിയത് ഉളുപ്പില്ലാതെ കിട്ടിയത് വാങ്ങിച്ചോട്ട് പൊക്കൂടെയാണ് ആരൊക്കെ പിന്നെ ഉണ്ടാക്കാതെയൊക്കെ ഞാൻ അറിഞ്ഞു. നന്നായി നിന്നിൻ്റെ വായി തന്നെ അത് വന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന കോമഡി പീസുകൾ നിങ്ങൾ ഇവരെയൊക്കെയാണോ പേടിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ?
പിന്നെ പറയുന്നതായിട്ട് തിരച്ചി വീട്ടിൽ വന്നപ്പം തിരച്ചി വീട്ടിൽ വരുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ചെയ്തു. അത് നിങ്ങൾ പബ്ലിക്കലി കണ്ടാണ്. ഒന്ന്, എന്നെ ഇവരുടെ ഒരു അനീഷ് ജെയിംസ് എന്ന് പറയുന്ന ഒരുത്തനെ കൊണ്ട് അഞ്ജലി വിളിപ്പിച്ചു, സമാധാന ചർച്ചയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് ഞാൻ പോകുന്ന സമയത്താണ് ഇവരിവിടെ വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് അവിടെ അത് കഴിഞ്ഞിട്ടൊരു പള്ളിയുടെ അവിടെ വന്നിട്ട്, ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുള്ള ഒരു പള്ളിയുടെ അവിടെ വന്നിട്ട് ഒരു ഇതിട്ടു. ഞാൻ ആ സ്പോട്ടിൽ പോയി നിന്നു. ആ ടൈമിലാണ് ഇവർ വീട്ടിൽ വരുന്നത്. ഞാൻ വീട്ടിൽ വരുന്നത്, ആ 2 കിലോമീറ്ററിൽ നിന്ന് വീട്ടിൽ വരുന്നത്. അപ്പം എൻ്റെ വണ്ടിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ വരുന്ന ടൈമിൻ്റെ ഉള്ളിൽ അവർ മുങ്ങുകയും ചെയ്തു. ആകെ 10 മിനിറ്റിനെ കണ്ട് നിന്ന് കാണും. ഒരു 5 മിനിറ്റും കൂടെ വൈകിയിരുന്നെങ്കിൽ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. നിങ്ങൾ പിന്നെ ഞാൻ ലൈവ് ഇട്ട്, ഞാൻ ഇവിടെ വന്ന് കാര്യം അന്വേഷിച്ചു, അതിനുശേഷം ലൈവ് ഇട്ടു. അത്ര സമയം എടുത്തുള്ളൂ. ഒരു 10 മിനിറ്റിനൊക്കെ ലൈവ് വന്നു. അതിനുശേഷം ഇവർ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ലൈവ് ഇട്ടോ. അന്തങ്ങളെ ചിലപ്പം പറ്റിക്കായിരിക്കും. ആ ടൈമിൽ ജിനൂസ് പ്രോ, ഇവിടെ ജിനൂസ് പ്രോയൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ജിനൂസ് പ്രോ പറഞ്ഞിട്ട് നമ്മുടെ CI എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. CI വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ഇത് കട്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അതിനെ ഇങ്ങനെ വെറൈറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ കഥയൊക്കെ ചെയ്ത് തിരച്ചിയുടെ സ്ഥിര നമ്പറാണ്. പിന്നെ ഞാൻ തള്ളില്ല. ഇനി വരും എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കാൻ വേണ്ട. വരുന്നൊരു ഞാൻ ബോണ്ട എന്നല്ല വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളത്. പിന്നെ എന്താ പറയുന്നത്, പേടിച്ചാൽ ഒളിക്കാൻ കാടില്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അവരിവിടെ വന്നപ്പോൾ, എൻ്റെ അമ്മ ഇവിടെ വന്നപ്പോൾ നിങ്ങളോട് മാന്യമായിട്ട് പെരുമാറിയതും അതൊക്കെ ഒരു, ഞാൻ സ്ത്രീകളെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് അവർ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്ത്രീകളെ തെറി പറയുന്ന ഒരാളല്ല. യൂട്യൂബിൽ വന്ന് പലരുടെയും പ്രേരണ കാരണം പലതും പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ തെറ്റ് പറ്റാത്തൊരു മനുഷ്യനുമല്ല. പക്ഷേ അതും ഞാൻ തിരുത്തി മുന്നോട്ട് പോകും. മനസ്സിലായി? ഇപ്പം നിലവിൽ ഞാൻ ആരെയും അങ്ങനെ അസഭ്യം പറയാറില്ല. വന്നാൽ വിടത്തില്ല. ഇത്രയൊക്കെ പറയുള്ളൂ. അപ്പോൾ പറഞ്ഞേ, പിന്നെ ഞാൻ ഇന്നലെ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നതിനെ പറ്റിയൊക്കെ കണ്ണമ്മ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് കോമാളികളുടെ ആണെങ്കിൽ, പൊന്നു മോനെ, നീ ഈ താങ്ങി നിൽക്കുന്ന താത്തയെക്കാട്ടിലും വലിയ കോമാളിയാണോ ഞാൻ എത്രയോ തവണ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പം നീ ചുമന്നുകൊണ്ട് കിടക്കുന്ന മൊയിലാളിച്ചി ഉണ്ടല്ലോ, മൊയിലാളിച്ചി 24 hours കൂളിംഗ് ഗ്ലാസ് ആണ്. അപ്പം അപ്പം കോമാളികളുടെ ഒരു കഥ നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്ക് സ്ട്രീറ്റ് ആൾക്കിനെ പോലുള്ള ആൾക്കാരോട് ബിഗ് സല്യൂട്ടാണ് പറയാനുള്ളത്. നിങ്ങൾ കൊടുത്ത ഇമെയിൽ പോലീസ് ഇൻസ്പെക്ടർ സ്വീകരിച്ചു എന്നാണ് അറിഞ്ഞത്. സോ ഉടൻ ആക്ഷൻ ഉണ്ടാവുമെന്ന് അറിയുന്നുണ്ട്. ജിന്നുമോന് ഉണ്ടംപൊരി കിട്ടും എന്നറിഞ്ഞു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.